നിർമ്മിത ബുദ്ധിയിൽ വലിയൊരു വിപ്ലവത്തിനാണ് ഇന്ത്യ ഇപ്പോൾ യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. എന്ന വരേണ്യരായ ചുരുക്കം ചിലർക്ക് മാത്രമുള്ളതല്ല, നേരെ മറിച്ച് സാങ്കേതിക മേഖലയിലെ വൻകിട കമ്പനികളും ആഗോള ഭീമന്മാരും ഈ മേഖലയിൽ സർവാധിപത്യം സ്ഥാപിക്കുന്നില്ലെന്നും നേരത്തെ തന്നെ ഇന്ത്യ തെളിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, അത് കൂടുതൽ ശക്തമാക്കുന്നതിനായിട്ടുള്ള അവസരം കൂടിയായിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിലൂടെ ഇന്ത്യക്ക് ലഭിച്ചതെന്ന് പറയുവാനും കഴിയും. ആ അവസരം ഇന്ത്യ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യ പാക് സൈനിക സംഘടനത്തിൽ രാജ്യത്തിന്റെ ബഹിരാകാശ പരിജ്ഞാനം, ഇലക്ട്രോണിക്സ്, അതുപോലെ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടറിംഗ് വൈദഗ്ധ്യം എന്നിവയുടെ വിജയകരമായ സംയോജനം ഏറെ ലോകശ്രദ്ധ നേടിയിരുന്ന കാര്യങ്ങളാണ്. അതിനുള്ള പ്രധാന കാരണം പാകിസ്ഥാനിൽ ഒന്നിലധികം സൈനിക സ്ഥാപനങ്ങൾ ആക്രമിക്കാനും അതുപോലെ അവരിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ ഒരു പരമ്പരയെ തന്നെ തടയുവാനും ഇന്ത്യക്ക് ഒരു വൈദഗ്ധ്യം വളരെയധികം ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനങ്ങൾ, ഹാർഡ് സോഫ്റ്റ് സ്കിൽ ടെക്നിക്കുകൾ, ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള വ്യോമ പ്രതിരോധ ശേഷി, മാത്രമല്ല പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനുള്ള ആഴമേറിയതും അതുപോലെ കൃത്യമായ നുഴഞ്ഞുകയറ്റ ശേഷി എന്നിവ സാങ്കേതിക പുരോഗതിയെ തന്ത്രപരമായ നേട്ടമായി ഉപയോഗിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവുകളെ തെളിയിക്കുന്നുവെന്നാണ് പല നിരീക്ഷകരും പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യങ്ങൾക്കിടയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ആദ്യമായി Su-57M യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിക്കുകയും അതുപോലെ റഷ്യ തങ്ങളുടെ അത്യാധുനിക വ്യോമ പോരാട്ടങ്ങളുടെ ഭാവിക്ക് പുതിയ നിർവചനം നൽകിയിരിക്കുകയുമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് കൂടിയാണ് ഗുണകരമാകുന്നത്. അമേരിക്കൻ പ്രതിരോധ നിരീക്ഷകരെ യഥാർത്ഥത്തിൽ അമ്പരപ്പിച്ചതാണ് ഈ നീക്കം. റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളുടെ വലിയ ശേഖരമുള്ള ഇന്ത്യക്ക് ഒരു തന്ത്രപ്രധാനമായ അവസരമായി ഇത് മാറുകയും ചെയ്യും. മാത്രമല്ല, പരിചയസമ്പന്നരായ ടെസ്റ്റ് പൈലറ്റ് സെർജി ബോഗ്ഡാന്റെ നേതൃത്വത്തിലായിരുന്നു ശരിക്കും Su-57M ആദ്യ സഹായത്തോടെയുള്ള ഈ പറക്കൽ. ഒരു പൈലറ്റ് കോക്ക്പീറ്റിൽ ഉണ്ടായിരുന്നിട്ടും വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ, നാവിഗേഷൻ, ലക്ഷ്യം തിരഞ്ഞെടുക്കൽ എന്നിവയെല്ലാം സംയോജിത സിസ്റ്റം സ്വയം ഭരണാധികാരത്തോടെയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല, റഷ്യയുടെ വ്യോമാന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഈ പരീക്ഷണം അടയാളപ്പെടുത്തി. കൂടാതെ യുദ്ധ വ്യോമാനത്തിൽ സജീവമായി വിന്യസിക്കുന്ന ചുരുക്കം ചില ആഗോള ശക്തികളിലൊന്നായി ഇതിനെ തുടർന്ന് റഷ്യ മാറുകയും ചെയ്തു. 5ാം തലമുറ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റുകൾ വികസിപ്പിക്കുന്നതിനായി 1999 ആരംഭിച്ച റഷ്യയുടെ ദീർഘകാല പാക് പ്രോഗ്രാമിന്റെ നിർണായക ഭാഗം കൂടിയാണ് ഈ സംയോജനം എന്ന് പറയാം. നിലവിലെ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ഒരു പൈലറ്റിനെ നിർബന്ധമാക്കുന്നതിനാൽ Su-57M പൂർണ്ണമായും നയിക്കുന്നു എന്ന് പറയാനും കഴിയുന്നതായിരിക്കില്ല. പക്ഷെ പറക്കുമ്പോൾ പ്രധാന പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ വേഗത്തിലുള്ള തീരുമാനമെടുക്കാനും അതുപോലെ പൈലറ്റുമാരുടെ ജോലിഭാരം കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഉയർന്ന അപകട സാധ്യതയുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചുമെന്ന് പറയാം. അതേസമയം പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സാങ്കേതികവിദ്യ വ്യോമയുദ്ധ തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നുവെന്ന വീക്ഷണമാണ്. ഇത് യുദ്ധവിമാനങ്ങളെ ഏകീകൃത നെറ്റ്വർക്കിന്റെ കീഴിൽ പ്രവർത്തിക്കാനും അതുപോലെ തത്സമയ ഭീഷണികളോട് പ്രതികരിക്കാനും കുറഞ്ഞ മനുഷ്യ ഇടപെടലോടെ സങ്കീർണമായ ദൗത്യ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ ശക്തമായ ഒരു ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുക മാത്രമല്ല, നേരെ മറിച്ച് ഫൗണ്ടേഷണൽ മോഡലുകൾ സൃഷ്ടിക്കുന്നതിൽ വലിയ രീതിയിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുകയും ചെയ്തു കഴിഞ്ഞു. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായ 270-ലധികം Su-30MKI വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യ 1990-കൾ മുതൽ റഷ്യയുമായി ശക്തമായ പ്രതിരോധ ബന്ധം നിലനിർത്തുകയും ചെയ്തു. Su-30MKI പ്രോഗ്രാം 1996 ഒരു കരാറോടെയാണ് കൂടുതലും തുടങ്ങിയിരുന്നത്. പിന്നീട് വിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസിന് കീഴിൽ കൂട്ടിച്ചേർത്തു. ഒപ്പം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരട്ട സീറ്റർ, ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനം, അതിന്റെ ദീർഘദൂര ശേഷി, അമാനുഷികത, അതുപോലെ ആധുനിക ഏവിയോണിക്സ് എന്നിവയ്ക്ക് പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സുഖോയ് പ്ലാറ്റ്ഫോമിനെ ഇന്ത്യ തന്ത്രപരമായി ആശ്രയിക്കുന്നതിനാൽ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തിയ വ്യോമാന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയും ഒരു സ്വാഭാവിക പങ്കാളിയാണെന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം. ഭൗമരാഷ്ട്രീയ വിന്യാസങ്ങൾ മാറുകയും ഭാവിയിലെ വ്യോമയുദ്ധങ്ങൾ കൂടുതൽ യാന്ത്രികമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ അകസഹായത്തോടെയുള്ള യുദ്ധവിമാന പദ്ധതിയിൽ ഇന്ത്യക്കുള്ള താല്പര്യങ്ങൾ കൂടുതൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നിലവിലുള്ള കപ്പലുമായി സംയോജിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗം അത് നൽകുകയാണെങ്കിൽ സുഖോയ് വിമാനങ്ങളുടെ വലിയൊരു കൂട്ടമുള്ള ഇന്ത്യയെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാവാനും കഴിയുന്നതാണ്. അതേസമയം തന്നെ നയതന്ത്ര തലത്തിലും വ്യാപാരത്തിലും ഇന്ത്യയും റഷ്യയും ദീർഘകാലമായി അടുത്ത ബന്ധമാണ് നിലനിർത്തുന്നത്. ഇതിനു മുൻപ് 2021 ഡിസംബർ 6-നായിരുന്നു പുടിൻ ഇന്ത്യയിൽ തന്റെ സന്ദർശനം നടത്തിയിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് റഷ്യ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തും വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച പുടിൻ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെ, അവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നത്
ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നിരപരാധികൾക്ക് സംഭവിച്ച ജീവഹാനിയിൽ പുടിൻ അഗാധമായ അനുശോചനവും അറിയിക്കുകയുണ്ടായി. ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും അതുപോലെ അവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ ശരിക്കും കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു.